വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10, 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ജോർദാന്റെ മറുകരയിൽ യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്തേക്ക് അവൻ വീണ്ടും പോയി അവിടെ താമസിച്ചു. വളരെ പേർ അവന്റെ അടുത്തു വന്നു. അവർ പറഞ്ഞു, യോഹന്നാൻ ഒരടയാളവും പ്രവർത്തിച്ചിട്ടില്ല. എന്നാൽ ഈ മനുഷ്യനെ പറ്റി യോഹന്നാൻ പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ്. അവിടെ വെച്ച് വളരെ പേർ അവനിൽ വിശ്വസിച്ചു. യേശുവിന്റെ ആധികാരികമായ നിലപാട്. ഭിന്നമായ രണ്ട് സ്വഭാവങ്ങൾ, ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും യേശുവിൽ സമഞ്ജസമായിട്ട് സമ്മേളിച്ചിരിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. ഏതാണ്ട് അതുപോലെ തന്നെ സമൂഹമധ്യേ രണ്ട് വിധ പ്രതിച്ഛായകളാണ് യേശു നൽകാൻ ഇടവന്നിട്ടുള്ളത് എന്നുള്ളതും നമ്മുടെ ശ്രദ്ധ അർഹിക്കേണ്ടതാണ്. ഈ പ്രതിച്ഛായകളിൽ ഒന്ന്, യേശു ഒരു വഞ്ചകനാണ്, യേശു മതദ്രോഹിയാണ്, ദൈവദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് ശിക്ഷിക്കപ്പെടാൻ അർഹനാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതിച്ഛായ യേശുവിനെ സംബന്ധിച്ച് സമൂഹത്തിലെ, പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഇടയിൽ പരന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ യേശു ആകുന്ന വ്യക്തി സമൂഹത്തിൽ ആദരവും ആരാധനാഭാവവും ജനങ്ങളിൽ ഉണ്ടാക്കാനിടവന്ന മറ്റൊരു പ്രതിച്ഛായയും സമൂഹത്തിൽ നിലനിൽക്കാനിടവന്നു. ഈ പരസ്പരം ഭിന്നമായ രണ്ട് പ്രതിച്ഛായകളുടെ ആവിഷ്കാരം അതിന്റെ പ്രവർത്തനോന്മുഖമായിട്ടുള്ള രീതിയിൽ പ്രകടിതമാക്കുന്ന ഒരു സുവിശേഷമാണ് ഇന്നത്തേത് എന്ന് വേണം കരുതാൻ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു അവിടെ കൂടിയിരുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. യേശു അവരോടായിട്ട് പറയുന്നു, ദൈവത്താൽ നിയമിക്കപ്പെട്ട് ദൈവത്തിന്റെ ഏകപുത്രൻ ആയിട്ട് താൻ ഈ ലോകത്തിലേക്ക് വന്നിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ താനും പിതാവും ഒന്നാണ്. ഇത്രത്തോളം യേശു ജനങ്ങളോടായിട്ട് പറഞ്ഞതോടുകൂടെ ജനങ്ങൾ ക്ഷോഭിച്ചു വശാകുന്നു. ദൈവദൂഷണ കുറ്റം ആണ് ഇവനിൽ ചുമത്തേണ്ടത് എന്ന രീതിയിൽ യേശുവിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ തന്നെ ജനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. അങ്ങനെ കല്ലുകളുമേന്തി നിൽക്കുന്ന ജനങ്ങളോടായിട്ട് യേശു സംയമനത്തോടു കൂടി പറയുകയാണ്, ഞാൻ പറയുന്നത് സത്യമാണ്, എന്റെ വചനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സത്യം ഗ്രഹിക്കും. ദൈവത്താൽ നിയുക്തനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുള്ള ദൈവത്തിന്റെ ഏകജാതനാണ് താൻ. അസന്നിഗ്ധമായ രീതിയിൽ യഹൂദന്മാരോടായിട്ട് യേശു വളരെ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടെ പറയുന്നതാണ് സുവിശേഷത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇങ്ങനെ ഉത്തമ ബോധത്തിൽ യേശു സംസാരിക്കുന്നത് കേട്ടപ്പോ ആ ജനങ്ങളിൽ ഒരു നല്ല പങ്ക് യേശുവിൽ വിശ്വസിക്കാനും യേശുവിൽ തങ്ങളുടേതായിട്ടുള്ള വിശ്വാസം അർപ്പിക്കാനും ആദരവും ബഹുമാനവും യേശുവിൽ ഉണ്ടാകാനും ഇടവന്നു എന്നും സുവിശേഷകനായിട്ടുള്ള യോഹന്നാൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു. ഇങ്ങനെ സമ്മിശ്രമായ പ്രതിച്ഛായകളാണ് യേശു സമൂഹത്തിൽ നിലനിർത്താൻ ഇടവന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ നിന്ന് ഒരു കാര്യം നാം പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. സമൂഹത്തിൽ നമ്മുടെ പ്രതിച്ഛായ എന്താണ് എന്നതിനെ പറ്റിയുള്ള ആകുല ചിന്തയേക്കാൾ കൂടുതൽ നാം ആകുന്ന വ്യക്തിയുടെ ആധികാരികത നിലനിർത്താനും അതിന്റെ ഒതന്റിസിറ്റി സംരക്ഷിക്കപ്പെടാനും അതിന്റെ ഗുണമേന്മ നിലനിർത്താനും തനിമ ഉയർത്തിപ്പിടിക്കാനും സാധിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം നാം പഠിച്ചെടുക്കേണ്ടതുണ്ട് എന്ന സത്യം ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് നാം ഗ്രഹിക്കണം. സുവിശേഷം